ഹായ് ഹലോ, കുറേയായി പൊതിച്ചോറ് വേണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ തന്നെ ആക്കാന്നല്ലാണ്ട് വേറെ വയ്യ. തലേദിവസം ഇലയൊക്കെ വാങ്ങി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പൊതിച്ചോറാണ്, അല്ലാണ്ട് സദ്യ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ ആക്കാത്തത്. എന്നാൽ എനക്കും ഫവാസ്ക്കും സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റമാണ് കൂട്ടുകറി. അങ്ങനെ രാവിലെ എണീച്ചപാട് ചായ പോലും കുടിക്കാണ്ട് ചോറും അടുപ്പത്താക്കി കടലി അടുപ്പത്ത്. സാമ്പാർ കഷ്ണങ്ങൾ ഇന്നലെ ആദ്യം തന്നെ മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ച്, അതുകൊണ്ട് ആ പണി കുറഞ്ഞു. ഈ പെറുക്കുന്നത് കൂട്ടുകറിയിലേക്കുള്ള കുറച്ച് കഷ്ണങ്ങൾ അങ്ങനെ അതൊരു ചട്ടിയിലാക്കി മാറ്റി വെച്ച്, പിന്നെ രാവിലത്തേക്കുള്ള പിട്ടിനേക്കുള്ളതും കുഴച്ച് വെച്ച്. അപ്പോഴേക്ക് ഫവാസ്ക് എണീച്ച് പാല് മേടിക്കാൻ പോയിട്ടുണ്ട്. വീടോട് സാമ്പാറിലിട്ടാലും ഞാനും ഫവാസ്കും കഴിക്കൂല, അതുകൊണ്ട് അത് വറവാക്കാന്ന് കരുതി. കൂടെ ഒരു കേര. എനിക്ക് ചെറിയ സാധനങ്ങൾ കാണുമ്പോൾ ഒരു മുഹബത്ത് തോന്നും. അങ്ങനെ വാങ്ങിയ ഒരു ഐറ്റാണ് ഈ ചോപ്പ്. പക്ഷെ ഇതിൽ ചിരണ്ടാൻ ഇത്ര പാടാന്ന് ഇപ്പൊ ചിരണ്ടപ്പാണ് മനസ്സിലാവും. ഇതിന് മുന്നേ വറവാക്കുന്ന ടൈമിന് ഫവാസ്ക്കാണ് ചെണ്ട തന്നത്, അതുകൊണ്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ സാമ്പാറിലേക്കുള്ള ഉള്ളിയും തക്കാളി മുറിച്ചിട്ട് അതും ഒരു ഭാഗത്ത് സെറ്റാക്കി വെച്ചു. അപ്പോഴേക്ക് നമ്മൾ കടല വന്നിട്ടുണ്ട്. ഇനി വറവിനേക്കുള്ള പാത്രം എടുപ്പത്. ഒരു ഭാഗത്ത് ചോറ് വെച്ചുകൊണ്ട് അത് റെഡിയാകുന്നത് വരെ ഈ സ്റ്റൗവിൽ നിന്ന് മാത്രം വേണം ഓരോന്ന് റെഡിയാക്കി എടുക്കാൻ. സാമ്പാറിലേക്കുള്ള പുളി വെള്ളത്തിലിടാൻ മറന്നതുകൊണ്ട് അതാണ് ഇട്ട് വെച്ച്. അങ്ങനെ കുക്കറിന് കടല മാറ്റി വെച്ച് സാമ്പാർ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് സെറ്റാക്കി വെച്ച് സ്റ്റൗ ഒയ്യുമ്പോൾ വെക്കാലോ. ശരിക്കും പറഞ്ഞാൽ ഈ തിരക്ക് പിടിച്ച സമയത്ത് നമുക്ക് 4 കൈയൊക്കെ ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചു. അങ്ങനെ പേഴ്സണൽ ടെസ്റ്ററിന് വറവ് കുറച്ച് കൊടുത്തിട്ട് അഭിപ്രായം പറയാം. എന്റെ ഫവാസ്ക്ക് അഭിപ്രായം പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കും, സത്യമാണോ എന്ന് അറിയാൻ. അതങ്ങനെ ഒരു ചടങ്ങ്. അവസാനം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്, കൂടെ വറവ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 2 സ്റ്റൗ എനിക്ക് ഒയിന് കിട്ടിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഫവാസ്ക തേങ്ങ ചെണ്ടലും പാല് കാച്ചിലൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ പാലൊക്കെ കഴിഞ്ഞ് കൂട്ടുകാർ എടുപ്പത്താക്കി. കൂടെ അതിൽ ചേർക്കാനുള്ള തേങ്ങ വറക്കാനും എടുപ്പത്താക്കി. കൂട്ടുകാരിലെ വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ സാമ്പാർ എടുപ്പത്താക്കി. ഇനി അതല്ലേ ബാക്കിയുള്ളൂ. അങ്ങനെ നമ്മുടെ കൂട്ടുകാർ റെഡി. വാവ്, സത്യം പറഞ്ഞാൽ വീഡിയോ കാണുമ്പോൾ 2:30 മിനിറ്റ് പരിപാടി. അങ്ങനെ 2:30 മണിക്കൂറത്തെ കഷ്ടപ്പെടാൻ നിനക്കല്ലേ അറിയൂ. അങ്ങനെ ഫവാസ്ക കുളിക്കാൻ പോയിട്ടുണ്ട്. വരുമ്പോഴത്തേക്ക് പിട്ട് റെഡിയാണ്. ഇന്നലെ രാവിലത്തേക്കും കൂടിയുള്ള ചെറുപയർ കറി ആക്കി വെച്ചുകൊണ്ട് രാവിലത്തെ കറി ചിന്തിക്കണം. അങ്ങനെ ഫൈനലി എന്റെ സാമ്പാറും ആവാനായിരിക്കും. കറി ആക്കി കഴിഞ്ഞപ്പാണ് പുളി ചേർത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. പിന്നെ പുളിയും കൂടി അങ്ങനെ ഫുഡ് കഴിഞ്ഞ് ഫവാസ്ക പാത്രം കഴിക്കുന്ന തിരക്കില്ല. മുട്ട വെച്ചില്ലാണ്ട് എന്ത് പൊതിച്ചോറല്ലേ. ഇവിടുത്തെ പപ്പടം നമുക്ക് 2 ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ തൊണ്ടക്കയിൽ പോലത്തെ ഒരു സംഭവമില്ലേ, അതാണ് ഉച്ചക്ക് പൊരിച്ചിട്ട് കൂട്ടാറ്. അങ്ങനെ അവസാനം ഇലയൊക്കെ വട്ടി ചോറൊക്കെ വിളമ്പാൻ തുടങ്ങി. ഇല വാങ്ങി വെച്ചില്ലെങ്കിലും പേപ്പർ ഇല്ലാത്ത കാര്യം രാവിലെ ഓർമ്മ. സോ അപ്പം തന്നെ നെയ്ബർ വിളിച്ച് കാര്യം ചോദിച്ചപ്പം പേപ്പർ റെഡി. അങ്ങനെ നമ്മുടെ കൂട്ടുകറിയും വറവും മുട്ട പൊരിച്ചതും ഒരു ഭാഗത്ത് കുറച്ച് ഉപ്പിലിട്ട വാങ്ങിയും പിന്നെ പേരിന് കുറച്ച് സാമ്പാർ നടക്കും. പിന്നെ വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം പപ്പടം നടക്കിട്ട് കൊടുത്തു. അങ്ങനെ അവസാനം നമ്മൾ ഏരിയൊക്കെ ചുറ്റി റെഡിയാക്കി. എന്നാ പിന്നെ ഫവാസ്ഖാനെ യാത്ര വെച്ചിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.